ഞാൻ എത്ര വട്ടം നിങ്ങളുടെ ഫോണിൽ വിളിച്ചു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാണ്ടിരുന്നത്? അത് പിന്നെ ചേട്ടൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് മാഷ് ഫോൺ എടുത്തില്ല. ഞാൻ ഫോൺ നോക്കില്ല, ഉച്ചന് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. അയ്യാ, അതല്ല നിങ്ങളോട് ശൃംഖരിക്കാനല്ലേ പറഞ്ഞത്. നിങ്ങളുടെ മോൻ മനോഹരൻ ഈ സ്കൂൾ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കണം അറിയാമോ? അതിനുവേണ്ടി ഒരു മീറ്റിംഗിനെ വിളിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് മീറ്റിംഗിന് വന്നില്ല? അങ്ങനെയാണെങ്കിൽ അവൻ കുടുംബത്തിൽ കിടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ മാഷിനെ വല്ല മീറ്റിംഗിന് വിളിക്കലുണ്ടാ? ഇതൊക്കെ പിള്ളേരാവുമ്പോ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഒരു തഞ്ചത്തിലും മയത്തിലും പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണ് മാഷന്മാര്. എന്നാ പോട്ടെ, കഴിഞ്ഞ മാസം ഒരു ഡിയോ കാണാൻ വേണ്ടി വന്ന് നിങ്ങളുടെ കൊച്ചു വന്നില്ല. മാഷിന്റെ കൂട്ടുകാർ കാണാൻ വന്നിന്. എന്റെ മകൻ എന്തിനാണ് സ്കൂളിലോട്ട് വന്നത്? ഡിയോ എന്റെ കൂട്ടുകാരനാ. പിന്നെ മാമൻ വല്ലാണ്. ഇത് ഏതാണ് ഇങ്ങോട്ട് കയറി വന്നത്? ഇപ്പൊ എന്താണ് അവസ്ഥ? എന്താണ്? തലയ്ക്ക് ഭയങ്കര പരിപ്പ. നല്ല പരിപ്പുണ്ടോ? ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല, ഡോക്ടർ പോയി ഛർദ്ദിച്ചു. എടോ, അതല്ല, തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല. ഹേ, ഛർദ്ദിക്കാൻ വരുന്നില്ല? ഇല്ല. മുറിവുള്ള ആളല്ലേ? ടീറ്റി എടുത്തായിരുന്നു? ടീച്ചർ എടുക്കാൻ ഞാൻ എന്നാ പെരുമ്പാമ്പോ? എന്തൊരു കഷ്ടമാണെന്ന് പറ ദൈവമേ. ഇവിടെ മുറിവുള്ള ആളല്ലേ താൻ? അലർജി വല്ലതും ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. അലർജി വല്ലതും ഉണ്ടോന്ന്? അലർജി എന്ന് പറഞ്ഞാ വൈകുന്നേരം 2 എണ്ണം അടിക്കില്ലെങ്കിൽ അലർജി ഉണ്ട്. ഉണ്ടോ? എനിക്കും ഉണ്ടോ ഇത്? എന്തായാലും അലർജി ഉള്ള സ്ഥിതിക്ക് തനിക്ക് ഞാനൊരു പെൻസിൽ എഴുതി തരാം. അതിനെ ഈ പേന തെളിയേ. ഇന്ന് നിങ്ങൾ കള്ളും മേടിച്ച് കുടിച്ചിട്ടാണല്ലേ വന്നേക്കുന്നത്? പിന്നല്ലാതെ കള്ള് തന്നെ ഇറങ്ങിപ്പോകാനുള്ള ഓപ്ഷൻ ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ കുടിച്ചേ പറ്റൂ. അതെ. ഇന്ന് കുടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? അതൊക്കെ കിട്ടി. എവിടുന്ന് കിട്ടി? കിട്ടി. എവിടുന്ന് കിട്ടിയെന്ന്? ഞാൻ ഇവിടെ അരി ആട്ടാൻ വെച്ചിരുന്ന പൈസ കൊണ്ടാണ് നിങ്ങൾ പോയി ഇന്ന് കുടിച്ചിട്ട് വന്നേക്കുന്നത്. അറിയാമോ? നീ അരിയാട്ടാൻ വെച്ചിരുന്ന പൈസ എടുത്തിട്ടാണ് ഞാൻ എന്റെ ഈ അരി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് അധിക കാലം കുടിക്കേണ്ടി വരത്തില്ല. ഉറപ്പാണ് നിങ്ങൾ ചാകും. ചത്താത്തന്നെ നിങ്ങൾ നരകത്തിലായിരിക്കും പോകുന്നത്. ഈ പറച്ചിൽ കേട്ടതൊന്നും ഞാനിവിടെ സ്വർഗത്തിൽ സുഖിച്ച് ജീവിക്കുകയാണ്. നിന്റെ കൂടെ ജീവിക്കുന്നത് നരകത്തിന് തുല്യം. സത്യം ചാഞ്ചേട്ടാ, എനിക്ക് മടുത്തു കേട്ടാ. ഇങ്ങനെയാണെങ്കിലേ ഞാൻ വല്ല ആറ്റിലെ കടലിലെ ചാടി ചാകും. അപ്പൊ നാട്ടുകാർ പറയും സമാനതകളില്ലാത്ത മരണം ചന്ദ്രന്റെ കുടുംബത്തിൽ സംഭവിച്ചു എന്ന്. മനസ്സിലായില്ലേ? നാട്ടുകാർ പറയപടി ചന്ദ്രൻ കള്ളു കുടിച്ച് കുടിച്ച് ചത്തുന്ന്, ചന്ദ്രന്റെ ഭാര്യ വെള്ളം കുടിച്ച് കുടിച്ച് ചത്തുന്ന്. സമാനതകളില്ലേ ഇതിന്? അല്ല, ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞ എന്തിന്ന് അങ്ങടെ വിചാരം? അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക ഒബാമേന്റെ പാസ്പോർട്ട് പോലും നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. മനസ്സിലായ അങ്ങക്ക്? പക്ഷെ എന്തിനും ഒരു പെർഫെക്ഷൻ വേണ്ടേന്ന്. ഗവൺമെന്റ് ഉണ്ടാക്കണ പോലെ തട്ടിക്കൂട്ട് പണി ചെയ്യാൻ നമ്മളെ കിട്ടൂല. ശരി 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 ശരി, പിടിക്കേ. എന്നത്തേക്ക് കിട്ടുമെന്നൊരു ഐഡിയ കിട്ടിയ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കായിരുന്നു. അന്റെ പേരെന്താന്നാ പറഞ്ഞ? ജീവൻ. മോനെ ജീവ, ഇതും ജീവൻ വച്ചുകൊണ്ടുള്ള കളിയാണ്. ഈ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. നമ്മളത് ഉണ്ടാക്കണ കലാകാരനും. പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. അയ്യോ. എന്നെങ്കിലും ഈ ലോകം ഈ മഹാ